ഹായ് മക്കളെ, അപ്പോൾ വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ് ആപ്പ്. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. എന്താ ഈ സ്ക്വയേഴ്സ്? ഈ കിടക്കുന്ന സ്ക്വയേഴ്സ് ആയിരിക്കുമോ ഈ സ്ക്വയേഴ്സിൽ പഠിക്കാനുള്ളത്? ആയിരിക്കുമോ? ആണോ? നമുക്ക് നോക്കാം. എന്നാൽ ഈ സ്ക്വയേഴ്സ് അല്ല നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? യെസ്, മലയാളത്തിൽ ഇതിനെ നമ്മൾ പറയും വർഗ്ഗങ്ങൾ. എന്താണ്? വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിതാ ഇങ്ങനെ കുറേ സ്ക്വയേഴ്സ് തന്നിട്ടുണ്ടാവും അല്ലേ? 1 മുതൽ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1നെ 1 കൊണ്ട് തന്നെ ഗുണിക്കുന്നതാണ് അതിന്റെ സ്ക്വയർ അല്ലേ? 1നെ 1 കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 തന്നെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2ന്റെ സ്ക്വയർ എന്താ കൊടുത്തിരിക്കുന്നത്? 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 2ന്റെ സ്ക്വയർ 2നെ 2 കൊണ്ട് തന്നെ ഗുണിക്കുന്നതാണ് 2ന്റെ സ്ക്വയർ. അതായത് 2നെ 2 കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 4. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അങ്ങനെ 6 വരെയുള്ളത് ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. 6 വരെയുള്ളത് തന്നിട്ടില്ലേ? ഇതാ 4ന്റെ എത്രയാണ്? 4നെ 4 കൊണ്ട് തന്നെ ഗുണിച്ചാൽ എത്രയാണ് ഉത്തരം? 16. അപ്പൊ 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 16. അങ്ങനെയാണെങ്കിൽ 5ൻ്റെതോ? 25. 6ൻ്റെതോ? 36. അങ്ങനെയാണെങ്കിൽ 7ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും 9ന്റെ സ്ക്വയറും മക്കളൊന്ന് വേഗം എഴുതിക്കേ. 7ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ ഒന്ന് വേഗം എഴുതിക്കേ. എങ്ങനെയായിരിക്കും 8ന്റെ സ്ക്വയർ എന്ന് പറയാ? 7ന്റെ സ്ക്വയർ ആണെങ്കിൽ 7 ഗുണിക്കണം 7 ആണ് എന്ത്? 7ന്റെ സ്ക്വയർ. ആൻസർ എത്രയാണ്? 49. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? ഒരു സംഖ്യയുടെ സ്ക്വയർ അല്ലേ? സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 9ന്റെ സ്ക്വയർ വരെ ഒന്ന് വേഗം എഴുതിക്കോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എണ്ണൽ സംഖ്യയുടെ ഈ സ്ക്വയേഴ്സിനില്ലേ, ഈ 1 2 3 4 5 6 ഇതിന്റെ സ്ക്വയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 11ന്റെ സ്ക്വയർ നേരത്തെ രീതി ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 11 സ്ക്വയർ ഈക്വൽ ടു 11 ഗുണിക്കണം 11 ഗുണിച്ച് ചെയ്യണം അല്ലേ? എന്നാൽ ഇവിടെ നമ്മൾ വേറൊരു ടെക്നിക്കാണ് പഠിക്കുന്നത്. സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള വേറൊരു രീതി. എന്തായിരിക്കും അതെന്ന് നോക്കാം. നമുക്കേ ഈ 11നെ നമുക്ക് എങ്ങനെ എഴുതാം? 11നെ നമുക്ക് ഇതാ ഞാൻ എഴുതാൻ പോവാണ്. 11 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 1 എന്ന രീതിക്ക് എഴുതിക്കൂടെ അല്ലേ? 11 എന്ന് പറഞ്ഞാൽ 10ന്റെ കൂടെ 1 കൂടുന്നതാണ് എന്ത്? 11. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 11 സ്ക്വയർ ഈക്വൽ ടു 10 + 1. 10 + 1 ആണ് എന്ത്? 11 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നോക്കിക്കോ. സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കണം. അപ്പൊ സ്ക്വയറിനെ തന്നെ അങ്ങ് വരച്ചേക്കാം. ഇതാ ഒരു സ്ക്വയർ അങ്ങ് വരച്ചു. അതിനതാ 4 കോളങ്ങളുള്ള ഒരു സ്ക്വയർ വരച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കിക്കോ. ഈ 10 + 1നെ നമ്മൾ ഇങ്ങനെ എഴുതാണ് കേട്ടോ. 10 + 1 ഇവിടെ എഴുതുന്നു. 10 + 1. ഓക്കെ ആണോ? 11നെ നമ്മൾ 10 + 1 സ്ക്വയർ എന്ന രീതിക്ക് എഴുതി. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോളം വരച്ചു അല്ലേ? 4 കോളംസ് ഉള്ള കള്ളികളുള്ള ഒരു ചതുരം വരച്ചു. അതിന്റെ മുകളിൽ 10 + 1 ഇവിടെയും 10 + 1 എന്ന രീതിക്ക് എഴുതി. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിക്കോ. നമുക്ക് ഈ 10നെയും കൂടെ ഗുണിച്ചിട്ട്, അതായത് ഇതിനെയും കൂടെ ഗുണിച്ചിട്ട് ഈ കോളത്തിൽ എഴുതണം. 10 ഗുണിക്കണം 10. അപ്പൊ 10 ഗുണിക്കണം 10 എത്രയായിരിക്കും? 10 ഗുണിക്കണം 10 എത്രയാ? 100. ഈ 10 ഗുണിക്കണം 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
10ന്റെ സ്ക്വയർ അല്ലേ? 10ന്റെ സ്ക്വയർ ആണ് 10 ഗുണിക്കണം 10. അപ്പൊ എത്രയാണ്? 100. 100 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത കോളത്തിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കിക്കോ. 10ഉം ഈ 10ഉം ഈ 1ഉം കൂടിയാണ് ഗുണിക്കേണ്ടത്. ഈ 10ഉം ഈ 1ഉം കൂടെ ഗുണിക്കുന്നു. 10 ഗുണിക്കണം 1. 10 ഗുണിക്കണം 1 എത്രയാ? 10 ഗുണിക്കണം 1 10 തന്നെ. 10 ഗുണിക്കണം 1 എത്രയാണ്? 10 തന്നെയാണ് അല്ലേ? ദെൻ അടുത്തത് ഈ കോളമാണ്. ഈ കോളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കിക്കോ. ഈ 1ഉം അതായത് ഈ 1ഉം ഈ 10ഉം കൂടിയാണ് നമ്മൾ ഗുണിച്ചിട്ട് ഈ കോളത്തിൽ ആൻസർ എഴുതുന്നത്. ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 10 ഗുണിക്കണം 1 ഇവിടുത്തെ അതേ സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. 10 ഗുണിക്കണം 1 ആൻസർ എത്രയാ? ആൻസർ എത്രയാ വരിക? 10 തന്നെയാണ് വരുന്നത്. സിമ്പിൾ. ദെൻ നെക്സ്റ്റ് അപ്പോൾ ലാസ്റ്റ് കോളം എങ്ങനെയായിരിക്കും വരിക? ഈ 1ഉം ഈ 1ഉം കൂടെ ഗുണിക്കണം. ഈ 1ഉം കൂടെ ഗുണിക്കുമ്പോൾ എങ്ങനെയാ വരിക? 1 × 1 1 ഗുണിക്കണം 1 ആണ് വരുന്നത്. 1 ഗുണിക്കണം 1 എത്രയാ? 1 ഗുണിക്കണം 1 എത്രയാ? എത്രയാണ് 1 ഗുണിക്കണം 1? 1 തന്നെ. അതായത് 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നിട്ട് നമ്മൾ ഉത്തരം എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു കോളം കൂടെ വരയ്ക്കുന്നു. ഒരു കോളം കൂടെ വരയ്ക്കുന്നു. ഒരു കോളം കൂടെ വരച്ചു. ദെൻ ഇവിടെ ആൻസർ എത്രയാ വന്നിരിക്കുന്നത്? 100. ഇവിടെ എത്രയാണ്? 10. ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടിക്കോ. ഈ 100ഉം ഈ 10ഉം കൂടെ കൂട്ട്. അപ്പൊ എത്ര വരും? 100ഉം ഈ 10ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 100ഉം ഈ 10ഉം കൂടെ കൂട്ടുമ്പോൾ 100 എത്ര വരും? 110. അത് ഇവിടെ എഴുതുന്നു. ദെൻ താഴത്തെ കോളത്തിൽ ആരൊക്കെയാ ഉള്ളത്? ഈ 10ഉം 1ഉം. 10ഉം 1ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 10ഉം 1ഉം കൂട്ടിയാൽ 11. 10ഉം 1ഉം കൂട്ടിയാൽ എത്രയാ? 11. അപ്പൊ നമ്മുടെ 11ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. എത്രയായിരിക്കും അപ്പം? 110ഉം 11ഉം കൂടെ കൂട്ടിയാൽ 121. അപ്പൊ 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. എളുപ്പല്ലേ? 121 എളുപ്പല്ലേ കണ്ടുപിടിക്കാന്? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം അല്ലേ? ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ 13ന്റെ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കും? 13നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 കൂട്ടണം 3. 10 കൂട്ടണം 3 എന്ന രീതിക്ക് എഴുതാം. 10 കൂട്ടണം 3ന്റെ സ്ക്വയർ. 10 കൂട്ടണം 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ പോലെ സ്ക്വയർ വരയ്ക്കുന്നു. 10 കൂട്ടണം 3. ഇവിടെയും 10 കൂട്ടണം 3 എഴുതി. ഇനിയോ ഈ 10ഉം ഈ 10ഉം കൂടെ ഗുണിക്കുമ്പോ എത്രയായി? 10 × 10 എത്രയാ? 100. ഇവിടെ ആരൊക്കെയാ? ഈ 3ഉം ഈ 10ഉം കൂടെയാണ് ഗുണിക്കേണ്ടത്. 10 ഗുണിക്കണം 3. 10 ഗുണിക്കണം 3 എത്രയാ? എത്രയാടോ? 30. ഇവിടെയോ? ഇവിടെ ഈ 10ഉം ഈ 3ഉം കൂടിയാണ് ഗുണിക്കേണ്ടത്. ഇവരെയാണ് ഗുണിക്കേണ്ടത് അല്ലേ? ഈ 10ഉം ഈ 3ഉം കൂടെ ഗുണിക്കുമ്പോൾ 10 ഗുണിക്കണം വീണ്ടും 10 ഗുണിക്കണം 3 30. ഇവിടെയോ? ഈ 3ഉം ഈ 3ഉം കൂടിയാണ് ഗുണിക്കേണ്ടത്. അപ്പൊ എത്രയായി? 3 ഗുണിക്കണം 3 എത്രയാ? 3ന്റെ സ്ക്വയർ. 3 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ എത്രയാ? 3ന്റെ സ്ക്വയർ 9. 3ന്റെ സ്ക്വയർ എത്രയാ? 9. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത കോളം വരയ്ക്കുകയാണ്. 100 + 30 130. 30 + 9 39. ഇവരെ കൂട്ടുമ്പോ എത്രയായി? 130 39 കൂടെ കൂട്ടുമ്പോ എത്രയായി? 169. അപ്പൊ 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 169 ആണ്. 13ന്റെ സ്ക്വയർ = 169. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ ഇത് ഓക്കെ അല്ലേ? ഈ രീതിക്ക് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ എന്തെന്ന് പറയും? അപ്പൊ ഈ രീതിക്ക് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്?
റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ. റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെന്ന് പറയും? ചതുര ഗുണന രീതി. ചതുര ഗുണന രീതി എന്ന് മലയാളത്തിലും പറയും. റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നവയുടെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ചതുര ഗുണന രീതി ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നതിന്റെ എന്ത് കണ്ടുപിടിക്കുക? വർഗം കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും? വരച്ചിട്ട് കണ്ടുപിടിക്കും. എളുപ്പല്ലേ? ആണ്. സെറ്റ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 10ന്റെ കാര്യത്തിൽ മാത്രമാണോ നടക്കുകയുള്ളൂ? ഇല്ല, നമുക്ക് ഏതിന്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ 95നെ ആണെങ്കിലും അല്ലെങ്കിൽ 95ന്റെ സ്ക്വയർ ആണെങ്കിലും 75ന്റെ സ്ക്വയർ ആണെങ്കിലും 72ന്റെ സ്ക്വയർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതേ രീതിക്ക് തന്നെ എഴുതിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ടെക്നിക്കിലേക്ക് പോവാണ്. അടുത്തൊരു മെത്തേഡ്. നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് പഠിച്ചു. എങ്ങനെയാണ്? ചതുര ഗുണന രീതി ഉപയോഗിച്ച് എങ്ങനെ ഒരു സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കാം, സ്ക്വയർ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ ചെയ്തു നോക്കി. ഇനി നമ്മൾ വേറൊരു ടൈപ്പും കൂടെ പഠിക്കണം. നമുക്ക് എന്തായാലും ഈ പാഠത്തിൽ 2 രീതിക്ക് ചെയ്യാൻ വരും. അപ്പോൾ അതും കൂടെ പഠിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ആൾ ആരാണ്? 25 സ്ക്വയർ ആണ് അല്ലേ? 25ന്റെ വർഗമാണ് കണ്ടുപിടിക്കേണ്ടത്. 25 സ്ക്വയർ. ഈ 25 സ്ക്വയറിനെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? ചതുര ഗുണന രീതിക്ക് ചെയ്യാൻ വേണ്ടി എഴുതിയില്ലേ? അതുപോലെ തന്നെ എങ്ങനെ എഴുതുന്നു? 20 + 5 20 + 5 സ്ക്വയർ എന്ന രീതിക്ക് എഴുതുന്നു. 20ന്റെ കൂടെ 5 കൂട്ടിയാലാണ് 25. ആ രീതിക്ക് എഴുതി. ദെൻ ഇനിയോ? ഇനി നേരത്തേതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. നമുക്ക് എന്ത് ചെയ്യേണ്ട? ചതുരം ഒന്നും വരയ്ക്കണ്ട. പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കൂട്ടി എഴുതിയിരിക്കുന്ന 20 ഇല്ലേ? ആദ്യത്തെ സംഖ്യ 20ന്റെ സ്ക്വയർ പ്ലസ് ദെൻ ഇനി ഈ 20, 5, 2 ഇവരെല്ലാവരും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഗുണിക്കണം. 20 ഗുണിക്കണം 5 ഗുണിക്കണം 2. 20 ഗുണിക്കണം 5 ഗുണിക്കണം 2 കൂട്ടണം നമ്മുടെ ഈ 5 ഇല്ലേ? ഈ 5ന്റെ സ്ക്വയർ, 5ന്റെ വർഗം. ഓക്കെ ആണോ? ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? 25ന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 20ന്റെ സ്ക്വയർ എത്രയാ? 20ന്റെ സ്ക്വയർ 20 ഗുണിക്കണം 20. 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ് 20ന്റെ സ്ക്വയർ. 400. ദെൻ 20 × 5. 20 × 5 എത്രയാ? 20 × 5 100 പ്ലസ് 20 × 5 ആദ്യം ചെയ്യണം. അപ്പോൾ 20 × 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 ഗുണിക്കണം 5 എത്രയാണ്? 100 ആണ് ആൻസർ വരുന്നത്. 100. ഈ 100നെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? 2 കൊണ്ട് ഗുണിക്കാൻ. ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഗുണിക്കുവാണ് ചെയ്യേണ്ടത്. ആദ്യം 20നെ 5 കൊണ്ട് ഗുണിക്കുന്നു. ആ കിട്ടിയ ഉത്തരത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. 20 ഗുണിക്കണം 5 100 ആണ്. 100 ഗുണിക്കണം 2 എത്രയാണ്? 200. 100 ഗുണിക്കണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 200. ദെൻ 5ന്റെ സ്ക്വയർ എത്രയാ? 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 5. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. 25 ആണ് 5ന്റെ സ്ക്വയർ. ദെൻ ഇനി ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 400ഉം 200ഉം കൂടി കൂട്ടുമ്പോൾ 600. 600 + 25 625 അല്ലേ? 625. 625 ആണ് എന്തിന്റെ സ്ക്വയർ? 25ന്റെ സ്ക്വയർ. നമ്മൾ എന്താ ചെയ്തത്? റെക്ടാങ്കിൾ ചതുര ഗുണന രീതിക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ 25നെ എന്ത് ചെയ്യുന്നു? 20 + 5 സ്ക്വയർ എന്ന രീതിക്ക് എഴുതുന്നു. എന്നിട്ട് ഈ 20ന്റെ സ്ക്വയർ പ്ലസ് 20 ഗുണിക്കണം 5 ഗുണിക്കണം 2. ഇവരെല്ലാരെയും കൂടി ഇല്ലേ? ഈ 20 5 2 എല്ലാരെയും കൂടി എന്ത് ചെയ്യുന്നു? ഗുണിച്ചിട്ട് ഒരു ബ്രാക്കറ്റിൽ ഇടുന്നു. ലാസ്റ്റ് എന്താണ്? ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മുടെ ഈ +5ന്, അതായത് ഈ 5ന്റെ സ്ക്വയർ. ഓക്കെ. ദെൻ 20ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു.
ഈ 20ഉം 5ഉം കൂടെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 200 കിട്ടി. then 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഇനി ഇവരെ എല്ലാരെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി ഉത്തരം? 625. 625 ആണ് എന്ത്? 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? 25ന്റെ സ്ക്വയർ. ഇനി നമുക്ക് ഇതേ രീതിക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം അല്ലേ? 25ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ നമുക്ക് എന്തിന്റെ ചെയ്ത് നോക്കാം? 32ന്റെ സ്ക്വയർ. 32ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ആദ്യം തന്നെ എഴുതുന്നു 30 കൂട്ടണം 2 സ്ക്വയർ. 30ന്റെ കൂടെ എന്ത് ചെയ്യുന്നു? 2 കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. then ആദ്യം എന്ത് ചെയ്യുന്നു? 30ന്റെ സ്ക്വയർ പ്ലസ് 30 ഗുണിക്കണം 2 ഗുണിക്കണം ഏത്? 2. then പ്ലസ് ഈ 2ന്റെ സ്ക്വയർ. ഇത് ഏത് ഫോർമാറ്റ് ആണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ ആണോ? then 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 30ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ എത്രയാ? 3ന്റെ സ്ക്വയർ 9. പിന്നെ ബാക്കിയുള്ളത് 2 0. അപ്പോൾ എത്രയാണ്? 900 അല്ലേ? 900 ആണ് 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. പ്ലസ് 30 × 2 എത്രയാ? 30നോട് 30 ഗുണിക്കണം 2. 30 ഗുണിക്കണം 2 60 ആണ്. അപ്പോൾ ഈ 60നെ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും 2 കൊണ്ട് ഗുണിക്കണം. 60 ഗുണിക്കണം 2 എത്രയായി? 120 ആയി അല്ലേ? 120 ആയി. then ഇനി ആരാണ് ലാസ്റ്റ് ഉള്ളത്? 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എത്രയാ? 2ന്റെ സ്ക്വയർ എത്രയാ? 2ന്റെ സ്ക്വയർ 4. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇവരെല്ലാരെയും കൂടെ കൂട്ടിയാൽ പോരെ? നോക്കട്ടെ. 900 പ്ലസ് 120 പ്ലസ് പിന്നെ എത്രയാ? 4. അപ്പൊ എത്ര വരും? എത്ര വരും? 32ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1024. അതായത് 1024 ആണ് എന്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്? 32ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ രീതിക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യൂലേ? എളുപ്പമല്ലേ? സിമ്പിളായിട്ട് മാർക്ക് കിട്ടും നമുക്ക്. then അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കി നോക്കാം അല്ലേ? ഇതേ രീതിക്ക് ചെയ്യുന്ന ഒരു ചോദ്യം കൂടെ നോക്കാം. ചിലപ്പോൾ വരും 195ന്റെ സ്ക്വയർ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 195ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? 195ന്റെ സ്ക്വയർ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യും. സിമ്പിൾ. എങ്ങനെയാണ്? 100 പ്ലസ് 95 എന്ന് എഴുതും. ഇനിയിപ്പോൾ എന്താ കുഴപ്പം? എഴുതും. 100 പ്ലസ് 95 സ്ക്വയർ എന്ന് എഴുതും അല്ലേ? 100ന്റെ കൂടെ 95 കൂട്ടിയാൽ 195 സ്ക്വയർ എന്ന് എഴുതും. then ഇനി എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? 100ന്റെ സ്ക്വയർ പ്ലസ് ഇനി എന്താണ്? 100 പ്ലസ് ആണോ വരുന്നേ? അല്ല. എന്ത് വരും അവിടെ? ഗുണിക്കണം 95 ഗുണിക്കണം ലാസ്റ്റത്തെ എന്താണ്? 2. ഇതിനെല്ലാത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ എന്താണ്? പ്ലസ് ഇട്ടിട്ട് ഏതാ എഴുതുക? 95ന്റെ സ്ക്വയർ 95ന്റെ വർഗം അല്ലേ? എങ്ങനെയായിരിക്കും വരിക? ഇതിൽ നിന്ന് നമ്മളിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് അല്ലേ? ഇതിന്റെ ഫോർമാറ്റ് അങ്ങ് പഠിച്ചു വെച്ചാൽ എളുപ്പമായില്ലേ? നമ്മൾ ആദ്യം എഴുതുന്ന ആളുടെ സ്ക്വയർ, പിന്നെ ഇവരെല്ലാരെയും കൂടി എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു, പിന്നെ ഈ ലാസ്റ്റത്തെ ആളെ സ്ക്വയർ. ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? സിമ്പിളാണ്. വേഗം പഠിച്ചോട്ടോ. 100ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1000. ദെൻ എളുപ്പപ്പണിക്ക് ഞാൻ ആദ്യം 100നെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ ഗുണിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദെൻ 100 × 2 എത്രയാ? 200 ആയി. 200 ആയില്ലേ? 200നെ നമ്മൾ എന്ത് ചെയ്യണം? 95 കൊണ്ട് 200നെ നമ്മൾ 95 കൊണ്ട് വീണ്ടും ഗുണിക്കണം അല്ലേ? × 95 ചെയ്യണം. 200 × 95 ചെയ്യണം.
ചെയ്ത് നോക്കി നോക്കി. 200 × 95 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യണം? 95ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 200 × 95 അല്ലേ? 200 × 95. 200ന്റെ 2 0 കളഞ്ഞിട്ട് ഞാൻ അങ്ങ് ഗുണിക്കുകയാണ്. Then 2 5s are 10, ബാലൻസ് 1. 9 2s are 18 plus 1 19 അല്ലേ? നമ്മൾ ആ കളഞ്ഞ ഈ 2 0 ഇല്ലേ? ഈ 2 0 ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ദാ ഉത്തരമായി എത്രയാണ്? 19,000 അല്ലേ? 19,000 വന്നു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 95ന്റെ സ്ക്വയർ. നമുക്ക് എന്തിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം? 95ന്റെ സ്ക്വയർ. 95 ഗുണിക്കണം 95. ഇത് ക്യൂ അല്ലേ? ഇത് 9 ആണേ. Then 5 5 25, ബാലൻസ് 2. 45 45 2 എത്രയായി? 47. വീണ്ടും 45 അല്ലേ? 45ന്റെ 5, ബാലൻസ് 4. 9 9 എത്രയായി? 81. 81 4 85. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 5 6 4 10 അല്ലേ? ആൻസർ കിട്ടി. യെസ്, 95ന്റെ സ്ക്വയർ നമുക്ക് കിട്ടി അല്ലേ? 95ന്റെ സ്ക്വയർ കിട്ടിയില്ലേ? 95ന്റെ സ്ക്വയർ എത്രയാ? 95ന്റെ സ്ക്വയർ 9025. 9025 ആണെന്ത്? 95ന്റെ എന്ത് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 195 195ന്റെ സ്ക്വയർ കിട്ടൂലേ? എന്നാ കൂട്ടിക്കോ. 19,000 പ്ലസ് 1000 പ്ലസ് പിന്നെന്താണ്? 25. 5 2 0. 18 1 19. ബാലൻസ് 1. ആൻസർ എത്രയാ? 29,025. ഇതാണ് എന്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്? 195ന്റെ സ്ക്വയർ. 195ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത്രയുമാണ് 95ന്റെ സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ ഈ ടെക്നിക്? അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും പഠിക്കുന്നുള്ളൂ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോംവർക്ക് തന്നില്ലേ മോശമാവൂലേ? അങ്ങനെയാണെങ്കിൽ 2 ഹോംവർക്കും കൂടെ തന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 235ന്റെ സ്ക്വയർ, ദെൻ 87ന്റെ സ്ക്വയർ ഒക്കെ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഏത് രീതിക്ക് കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഫോമാറ്റിൽ കണ്ടുപിടിക്കണം കേട്ടോ. ഇക്വേഷൻ ഫോമാറ്റിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.